गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः साक्षात् परब्रह्म तस्मै ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരവേ നമ. വളരെ രസകരമായ ഒരു കഥ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, വളരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം പഠനത്തിലും കളിയിലും ഭക്ഷണത്തിലും ഒന്നും അതിന് താല്പര്യമില്ലാതെ വരികയാണ്. അപ്പോൾ ആ കുട്ടിയെ അമ്മ ഇങ്ങനെ ചോദിച്ചു, എന്താണ് കുഞ്ഞെ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി അമ്മയോട് പറയുന്നു, എനിക്ക് കണ്ടകശനിയാണ്, അതുകൊണ്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, ഒരു രക്ഷയുമില്ല, എല്ലാം പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നിലും താല്പര്യമില്ല, ഇതൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പഠിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു നിലപാടാണ് കുട്ടിക്ക്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്നോടിങ്ങനെ വന്ന് ചോദിച്ചു, ഇതെന്താണ് സംഭവം. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അതിനും ആ കുട്ടിക്കും ഈ കുട്ടിയുടെ തന്നെ നക്ഷത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീട്ടിലെന്തോ സംസാരിച്ചൊരു കാര്യം നമ്മൾ ഈ പറഞ്ഞ കുട്ടി അറിയാനിടയായി. അപ്പം ഈ കണ്ടകശനിയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾ അങ്ങ് തീരുമാനിച്ചു, മൊത്തം മോശമാണ്, പ്രശ്നമാണ്. ഈ കണ്ടകശനി എന്ന് പറയുന്നത് സാധാരണയായി ഒരാൾ ജനിച്ച കൂറിൻ്റെ, അതായത് ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങളിൽ ശനി നിൽക്കുന്ന സമയങ്ങളെയാണ് പൊതുവെ കണ്ടകശനി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, കണ്ടകശനി കൊണ്ടേ പോകുന്നു. അതായത് 30 വർഷം ഒരാൾ ജീവിച്ചിരുന്നാൽ ഏകദേശം ഒരു 7.5 വർഷം ഈ കണ്ടകശനി എന്ന് പറയുന്ന ഒരു കാലയളവ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ 2.5 കൊല്ലത്തിലും ആൾ മരിച്ചു പോകും, അല്ലെങ്കിൽ ആൾ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ ഉണ്ടായതായിട്ട് അങ്ങനെ സാധ്യതകൾ വളരെ കുറവല്ലേ. അപ്പോൾ നമ്മുടെ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പല കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ശനി വരുമ്പോൾ മറ്റ് പ്രബല ഗ്രഹങ്ങളൊന്നും നല്ല സ്ഥാനത്തില്ല എങ്കിൽ മാത്രമായിരിക്കും ഈ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ഒരു സാമാന്യമായി പറയുന്ന ഒരു കാര്യത്തിനെ സ്വന്തം പ്രവർത്തികൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു മുടന്തൻ ന്യായമായിട്ട് ആൾക്കാർ ജ്യോതിഷത്തിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നല്ല ഒരു ഉദാഹരണമാണ് ഈ കഥ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. അതായത് കർമ്മങ്ങളിൽ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത്, നമ്മുടെ കർമ്മങ്ങളിൽ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത്. ആ കർമ്മഫലങ്ങൾ നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അപ്പുറത്താണ്. അതായത് ഒരു വ്യക്തിക്ക് കരണീയമായിട്ടുള്ള ഒരേ ഒരു കാര്യം തൻ്റെ കർമ്മം വൃത്തിയായി കഴിവിനൊത്തവണ്ണം സൂക്ഷ്മതയോടെ പൂർണ്ണ ശ്രദ്ധ ചെലുത്തി ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ദൈവം തരുന്നതാണ് എന്ന് നമ്മൾ ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നു. കർമ്മം ചെയ്യാത്തവർക്ക് എന്തായാലും നല്ല ഫലം കിട്ടില്ലല്ലോ. അപ്പോൾ നിഷ്ക്രിയത്വം ഒന്നിനുമുള്ള ഒരു പരിഹാരമല്ല. ജീവിതമെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. കളിയിലെ ജയവും പരാജയവും കളിക്കളത്തിലിറങ്ങി വിയർപ്പൊഴുക്കി കളിക്കുന്നവന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഗ്യാലറിയിലിരുന്ന് അഭിപ്രായം പറയുന്നവർക്കുള്ളതല്ല. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. ഈ